കൃത്യമായ 20,000 തൃശ്ശൂരിൽ സുരേഷ് ഗോപി 20,000 പിന്നിട്ടിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് കഴിഞ്ഞപ്പോഴാണ് 4 റൗണ്ടിലെ ലീഡ് എങ്ങനെയാണ്? സുരേഷ് ഗോപി 1,06,074, വി എസ് സുനിൽകുമാർ 85,675, കെ മുരളീധരൻ 75,988. കെ എമ്മും വി എസും തമ്മിലുള്ള നേരിട്ടുള്ള വളരെ ശക്തമായ പോരാട്ടം നടന്നു. കടന്നത് സുരേഷ് ഗോപി മാത്രം തൃശ്ശൂരിൽ. രാഹുൽ ഗാന്ധിയുടെ ലീഡ് വയനാട്ടിൽ 80,203. 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. രാഹുൽ ഗാന്ധി 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. കർണാടകയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ്. 10 കോൺഗ്രസ്, ബി.ജെ.പി 16. കർണാടകയിൽ എക്സിറ്റ് പോളുകൾ തെറ്റുകയാണ്. രണ്ട് സൂപ്പർ സ്റ്റാർ മക്കൾ, സുപ്രിയ സുലെ ആൻഡ് കനിമൊഴി എം കരുണാനിധിയുടെ മകൾ സുപ്രിയ സുലെ, ശരത് പവാറിന്റെ മകൾ, മെയിൻപുരിയിൽ ഡിംപിൾ യാദവ്, അഖിലേഷിന്റെ ഭാര്യ, ഒപ്പം അഖിലേഷ് യാദവ് മുന്നിൽ കനൌജിൽ. ഇത് ഈ കോൺഗ്രസ് അത്ര പ്രതീക്ഷ കൈവിടേണ്ട കർണാടകത്തിൽ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ ഈ ഡിജിറ്റ് മാറുമ്പോൾ പിൻവലിക്കേണ്ടി വരുമോ എന്നാണ്. അങ്ങനെ നിരാശമില്ല. 10-16 6 സീറ്റിന്റെ വ്യത്യാസം നിൽക്കുകയാണ്. വരട്ടെ നോക്കാം. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ നില മോശമാവുകയാണ്. ഇപ്പോൾ ഒറ്റ സീറ്റിൽ മാത്രമാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. എന്നാൽ 38 സീറ്റിൽ യു പി ലീഡ് ചെയ്യുന്നുണ്ട്. 41 ബി.ജെ.പി സഖ്യം ലീഡ് ചെയ്യുന്നത്. അതായത് 3 സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ബി.ജെ.പി അല്ലെങ്കിൽ എൻ.ഡി.എ സഖ്യം യു പി ലീഡ് ചെയ്യുന്നത്. 38 എസ്.പി കോൺഗ്രസ് സഖ്യം മുന്നേറി നിൽക്കുന്നത്. ഒരു വല്ലാത്ത ചിത്രമാണല്ലോ മധു, ഒരു വല്ലാത്ത ചിത്രം. ഉത്തർപ്രദേശിൽ ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഇത്രത്തോളം ഹിന്ദുത്വയൊക്കെ കത്തിച്ചിട്ട് കാര്യമായി മുന്നോട്ട് പോകും. ഇനി ഇവിടെ കോൺഗ്രസ് ഇല്ല എന്ന നിലയൊക്കെ സ്വീകരിച്ചിട്ട് എന്ത് പറ്റി അവിടെ എന്നത് പരിശോധിക്കപ്പെടേണ്ടല്ലേ? അങ്ങനെ പരിശോധിക്കുമ്പോൾ മധുവിടെ പോയതാണല്ലോ. മധുവിന് എന്ത് തോന്നുന്നു? യു പിയിൽ എന്താണ് ഇങ്ങനെ ഡ്രാസ്റ്റിക്കായ ഒരു വീഴ്ച ഉണ്ടാകുന്നത് ബി.ജെ.പിക്ക്? യു പിയിലെ ഫലം വന്നു കഴിഞ്ഞിട്ടില്ല. യു പിയിലെ ഫലങ്ങളിൽ മാറ്റിമറിച്ചിലുകൾ ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതുപോലൊരു പോരാട്ടം നൽകാൻ കഴിയുമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ വാരാണസിയിൽ നരേന്ദ്രമോദി പുറകിൽ പോകുമെന്ന് ആരും പ്രതീക്ഷിച്ചതേയില്ല. ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ബീഹാറിൽ നിന്നും വലിയൊരു വാർത്ത. ചിരാഗ് പാസ്വാൻ, രാംവിലാസ് പാസ്വാന്റെ മകൻ ഹാജിപ്പൂരിൽ ലീഡ് ചെയ്യുന്നു. വർഷങ്ങളോളം രാംവിലാസ് പാസ്വാന്റെ മണ്ഡലമായിരുന്ന ഹാജിപ്പൂരിൽ ചിരാഗ് പാസ്വാൻ ലീഡിംഗ്. പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് അത്. ഗംഗാ സേതുവിനപ്പുറത്ത് പാറ്റ്നയിൽ നിന്ന് ഗംഗാ സേതു കഴിഞ്ഞാൽ ഹാജിപ്പൂരിലെത്തുന്നു. ആ ഹാജിപ്പൂരിൽ പസ്വാന്റെ കുടുംബ മണ്ഡലം, പസ്വാന്റെ പിൻഗാമി താൻ തന്നെയാണ് എന്ന് ചിരാഗ് പസ്വാൻ ഉറപ്പിക്കുന്നു. ബീഹാറിൽ തിരുവനന്തപുരം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ക്രമമായി രാജീവ് ചന്ദ്രശേഖർ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 1646 വോട്ടുകൾക്ക് ഇപ്പോൾ ബീഹാറിലെ ബെഗൂസരായിൽ, പഴയ ലെനിൻഗ്രാഡ്, പഴയ മോസ്കോയിൽ CPI നേതാവ് അവധേഷ് കുമാർ 237 വോട്ടിന് ഈ നിമിഷം 1999 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 182 സീറ്റുകൾ പിടിച്ചപ്പോൾ അന്ന് 114 ഇടത്ത് വിജയിക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിഞ്ഞു. അതിനുശേഷം ഒരു തിരഞ്ഞെടുപ്പിലും 100 കടന്നിട്ടില്ല എന്ന വല്ലാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇക്കുറി മാറുന്ന സൂചനകൾ നിൽക്കുന്ന ലീഡ് വിവിധ ഇടങ്ങളിൽ. സുരേഷ് ഗോപി 22,000 കടന്നു. സുരേഷ് ഗോപി 22,302 വോട്ടുകൾക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് ചെയ്യുകയാണ്. തൃശ്ശൂരിന്റെ പുതിയ MP ആയി താമര ചിഹ്നത്തിൽ വിജയിക്കുന്ന സുരേഷ് ഗോപി 22,302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 18,000 വോട്ടിന് മുന്നിൽ CPM-ലെ അമറാറാം 18,499 അവിടെ CPM അടങ്ങുന്ന മുന്നണി, ഇന്ത്യ മുന്നണി 11 ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ ഇവിടെ നോക്കൂ, മധ്യപ്രദേശിൽ 29 ബി.ജെ.പി ലീഡ് ചെയ്യുകയാണ്.